നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്താണ്, അദ്ദേഹമാണ് ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇദ്ദേഹം ജനിക്കുന്നത് 1809 മാർച്ച് 12-നാണ്. എവിടെയാണ് ജനിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കന്യാകുമാരിയിൽ ശാസ്താംകോവിലുള്ള സ്വാമിത്തോപ്പിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്, അഥവാ നാഗർകോവിൽ എന്നും നമുക്ക് പറയാം. നാഗർകോവിലിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ കന്യാകുമാരിയിൽ ശാസ്താംകോയിൽ സ്വാമിത്തോപ്പിൽ. ഇദ്ദേഹത്തിൻ്റെ സമുദായം എന്ന് പറയുന്നത് നാടാർ സമുദായമാണ്. നാടാർ സമുദായത്തെ തന്നെയാണ് നമ്മൾ ചാന്നാർ സമുദായം എന്നും വിളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഓൾഡ് പേരുകളാണ്, അതായത് പണ്ട് കാലത്തെ പേരുകളാണ് മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി. ഈ മുടിചൂടും പെരുമാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിരീടം ചൂടിയ മഹാവിഷ്ണു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തുക്കുട്ടി. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പൊന്നു നാടാർ എന്നും അമ്മയുടെ പേര് വെള്ളിലാമ്മ എന്നുമാണ്. വെള്ളിലാളമ്മ എന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര്. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് വർഷങ്ങൾ ഓർക്കാനുണ്ട്. ചാന്നാർ ലഹള ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ചാന്നാർ ലഹള 1822 നടക്കുന്ന ചാന്നാർ ലഹള വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. ഇദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നത് തിരുച്ചെന്തൂരിൽ വെച്ചിട്ടാണ്. 1833 അത് നടക്കുന്നത്. ഇദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നത് ഇതേ 1833 തന്നെയാണ്. ഇദ്ദേഹം ശുചീന്ദ്രം രഥോത്സവ സമയത്ത് തേര് വലിച്ചിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അന്ന് കാലത്ത് എന്താണ്, അവർണർക്കൊന്നും ആ ഒരു തേരൊന്നും തൊടാൻ തന്നെ പറ്റില്ല. അപ്പം അത് വലിച്ചിട്ട് എന്താണ് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട് ആര്? വൈകുണ്ഠസ്വാമികൾ. പിന്നീട് 1836 വരുമ്പം അദ്ദേഹം സമത്വ സമാജം ആരംഭിക്കുന്നുണ്ട്. സമത്വ സമാജം എവിടെയാണ് ആരംഭിക്കുന്നത്? ശുചീന്ദ്രത്തെയാണ് ആരംഭിക്കുന്നത്. സമത്വ സമാജത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ആദ്യത്തെ ഒരു സംഘടനയാണല്ലേ. പിന്നീട് നമ്മൾ SNDP അതുപോലെ തന്നെ കുറേ സംഘടനകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇസ്ലാം ധർമ്മ പരിപാലനശാല, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഈ സമത്വ സമാജമാണ്. പിന്നീട് 1837 കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. എവിടുത്തെ ജയിലിലാണെന്ന് ചോദിച്ചാൽ ആ സ്പെസിഫിക് നെയിം എന്ന് പറയുന്നത് ശിങ്കാരിത്തോപ്പ് ജയിലാണ്. അപ്പോൾ ശിങ്കാരിത്തോപ്പ് ജയിലിൽ ഇദ്ദേഹത്തെ അടയ്ക്കുന്നത് ആരാണ്? സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. അപ്പം അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം തിരുവിതാംകൂറിലെ കിങ്ങിനെ, രാജാവിനെ അനന്തപുരത്തെ നീചനെന്നും അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ഭരണത്തെ റൂൾ ഓഫ് ബ്ലാക്ക് ഡെവിൾ എന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്നുമാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം 110 ദിവസങ്ങൾ എന്താണ് ജയിലിൽ കിടക്കേണ്ടതായി വരുന്നുണ്ട്. റിലീസ് ചെയ്യുന്നത് 1839 മാർച്ച് 26-നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നത് 1839 മാർച്ച് 26-ന്, അതായത് 110 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് വരും, 37-ന് ജയിലിൽ അടച്ചിട്ട് പിന്നെ 2 കൊല്ലം ഉണ്ടല്ലോ എന്ന്. അദ്ദേഹം ജയിലിൽ അടച്ചിട്ട് പിന്നെ ഇദ്ദേഹത്തെ ശിക്ഷിച്ച ആ ഒരു കാലയളവാണ് 110 ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ മാർച്ച് 26 നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഡേ ആണ്. കാരണം അന്ന് കന്യാകുമാരിയിൽ ഹോളി ഡേ ആണ്. അതായത് എന്നാണോ വൈകുണ്ഠസ്വാമികൾ റിലീസ് ചെയ്യുന്നത്, ഈ ശിങ്കാരിത്തോപ്പിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്നത്, ആ ഒരു മാർച്ച് 26-ന് എന്താണ് കന്യാകുമാരി സർക്കാർ എന്താണ് അവിടെ ഹോളിഡേ ആണ് പ്രഖ്യാപിക്കുന്നത്. അടുത്തത് ഗുരുക്കന്മാരെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതായത് വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനാണ് ആര്? തൈക്കാടയ്യ. അപ്പോൾ തൈക്കാടയ്യയുടെ ഗുരു ആരാണ്? വൈകുണ്ഠസ്വാമി. ആ തൈക്കാടയ്യയുടെ ശിഷ്യനാണ് സ്വാതി തിരുനാൾ. ഈ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും തൈക്കാടയ്യ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സ്വാതി തിരുനാളിനോട് റെക്കമെൻഡ് ചെയ്യും ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന്. അങ്ങനെയാണ് ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. അടുത്തത് നമ്മൾ ഈ ഒരു വൈകുണ്ഠസ്വാമികൾ എതിർത്തിട്ടുള്ള അനാചാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇദ്ദേഹം ദേവദാസി സമ്പ്രദായം എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലേ ആ സമയത്ത്. അപ്പം അതിനെ ഇദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഊഴിയം വേല എതിർത്തിട്ടുണ്ടായിരുന്നു. അതായത് ജോലി ചെയ്യുക, കൂലിയില്ലാതെ ജോലി ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഊഴിയം വേല. അപ്പം ഇത് എതിർത്തത് വഴി എന്താണ് അവിടെ ഒരു ലാൻഡ്മാർക്ക് വീഴുന്നത്? സൗത്ത് ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരമായിട്ട് മാറുകയാണ് ഊഴിയം വേല. അപ്പോൾ നമ്മളോട് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്, സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് കർഷക സമരം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഊഴിയം വേല അല്ല പറയേണ്ടത്. അത് അയ്യങ്കാളിയുടെ നേതൃത്വം നൽകിയ ഒരു സമരമാണ്. ഇതെന്ന് പറയുന്നത് തൊഴിലാളി സമരം, സൗത്ത് ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരം. ഇനി ഈ ഊഴിയം വേലയുമായി ബന്ധപ്പെട്ട ഒരു കോട്ടാണ് വേല ചെയ്താൽ കൂലി കിട്ടണം, അത് നമ്മൾ പറഞ്ഞു.
പിന്നീട് ഈ ഊഴിയം വേല സ്റ്റോപ്പ് ചെയ്യുന്നത്, നിർത്തലാക്കുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പിന്നീട് നമ്മൾ ഇദ്ദേഹം, അതായത് വൈകുണ്ഠസ്വാമികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ, അതായത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ കൊണ്ടുവരുന്നത് വൈകുണ്ഠസ്വാമികളാണ്. അത് മരുത്വ മലയിലാണ്. ഈ ഒരു ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ് തൂവൽ പന്തി കൂട്ടായ്മ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാമൂഹ്യ നീതി, സാഹോദര്യം ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇദ്ദേഹം കൊണ്ടുവന്നതാണ് തൂവയൽ പന്തി കൂട്ടായ്മ. പിന്നീട് ഇദ്ദേഹം മുന്തിരി കിണർ അഥവാ സ്വാമി കിണർ ഉണ്ടാക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കിണറിൽ നിന്നും ഏത് ജാതിഭേദമന്യേ എല്ലാവർക്കും വെള്ളം എടുക്കാൻ പറ്റും. അതായത് പണ്ട് കാലങ്ങളിൽ ഈ വെള്ളം എടുക്കുന്നതിൽ വരെ കിണറിന് വരെ അയിത്തം കൽപ്പിച്ചിരുന്നു. അപ്പം അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുന്തിരി കിണർ അഥവാ സ്വാമി കിണർ ഇദ്ദേഹം പണി കഴിപ്പിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം ഐത്തോച്ചാടന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പം ഏത് നവോത്ഥാന നായകനാണ് ഐത്തോച്ചാടന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ വൈകുണ്ഠസ്വാമിയാണ് ഓർക്കേണ്ടത്. അദ്ദേഹം അവർണരെ ഒരുമിപ്പിച്ച് സമരം നടത്തുന്നുണ്ട് ക്ഷേത്രപ്രവേശനത്തിനൊക്കെ വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ അവിടെ ഒരു ട്രിക്കി വേറൊരു ക്വസ്റ്റ്യൻ വരും, ഐത്തോച്ചാടന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? അപ്പോൾ നമ്മൾ വിചാരിക്കും ഐത്തോച്ചാടനത്തിൻ്റെ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച ആൾ വൈകുണ്ഠസ്വാമിയാണ്, അപ്പം പിതാവ് അദ്ദേഹം ആയിരിക്കുമല്ലോ എന്ന്. പക്ഷേ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ടി.കെ. മാധവനാണ്. ഇനി നമ്മൾ ഇദ്ദേഹം കൊണ്ടുവന്നതാണ് സമപന്തി ഭോജനം. അതായത് എല്ലാ കാസ്റ്റും റിലീജിയനും ഒന്നും നോക്കാതെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരു ഏർപ്പാടാണ് സമപന്തി ഭോജനം. അപ്പം അത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ്. എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് എക്സ്ട്രാ ഫാക്റ്റുകൾ പഠിക്കണം. പന്തി ഭോജനം നടപ്പിലാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് തൈക്കാട് അയ്യയാണ്. മിശ്രഭോജനം കൊണ്ടുവന്നത് സഹോദരൻ അയ്യപ്പനാണ്. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദനാണ്. എന്നാൽ പുലിയന്മാർക്ക് ഇങ്ങനെ ഒരു ഭോജനം സംഘടിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. പിന്നീട് നമ്മൾ ഇദ്ദേഹം സ്ഥാപിച്ച വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ഒരു സ്ഥാപനങ്ങളാണ് പറയുന്നത്. ഇദ്ദേഹം സ്ഥാപിച്ച സ്കൂളിനെ നമ്മൾ നിശാ പാഠശാല എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളെ നമ്മൾ നിഴൽ താങ്കൾ എന്നുമാണ് വിളിക്കുന്നത്. പിന്നീട് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കോട്ടിലേക്ക് വരികയാണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെതാണ്. എല്ലാം ഒന്ന്. ഇതേ ആശയം തമിഴിൽ പറയുന്നത് തൈക്കാടയ്യയും ഇതേ ആശയം മലയാളത്തിൽ പറയുന്നത് ഗുരുവാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വേണ്ട എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പനുമാണ്. ഇനി നമ്മൾ ബുക്ക് പറയുകയാണ്. ഇദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കുകളാണ് അരുൾനൂലും അതുപോലെ തന്നെ അഖില തിരുട്ട് അമ്മാനെ എന്ന് പറഞ്ഞ 2 ബുക്കുകൾ. പിന്നീട് ഇദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്ക് അത് തിരുക്കുറലാണ്. തിരുക്കുറൽ അദ്ദേഹം എഴുതിയതല്ല, പക്ഷെ അദ്ദേഹം അത് ഇൻഫ്ലുവൻസ്ഡ് ആയി എന്നാണ് പറയുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മതമായിട്ടുള്ള അയ്യാവഴിയെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അയ്യാവഴിയുടെ ചിഹ്നം 1008 ഇതളുകളുള്ള തീജ്വാലയുള്ള താമരയാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പതികളാണ്. ഈ ഒരു അയ്യാവഴിയുടെ ക്ഷേത്രങ്ങളെ പതികൾ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ എന്തോ ഒരു ക്ഷേത്രം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിഴൽത്താങ്കൾ. അതെന്താണെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം പണി കഴിപ്പിച്ച ക്ഷേത്രം. എന്നാൽ അയ്യാവഴി മതത്തിൻ്റെ ക്ഷേത്രം ചോദിച്ചാൽ അത് നിഴൽത്താങ്കളല്ല, അത് പതികൾ എന്ന് പറഞ്ഞ് തന്നെ വേണം. അദ്ദേഹം 5 പതികൾ സ്ഥാപിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഹെഡർ കോട്ട് എന്ന് പറയുന്നത് സ്വാമിത്തോപ്പ് പതിയാണ്. ബാക്കിയുള്ള 4 പതികളാണ് അമ്പലപ്പതി, താമരക്കുളം പതി, മുട്ടപ്പതി, പൂപ്പതി. ഇനി നമ്മളെ പുണ്യസ്ഥലം, അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലമായിട്ട് കണക്കാക്കുന്നത് തിരുച്ചെന്തൂരിലെ ദച്ചനമാണ്. ഈ ഒരു അയ്യാവഴി മതത്തിൻ്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മയുഗം സ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ഏത് യുഗം മാറ്റിയിട്ട് കലിയുഗം മാറ്റി ധർമ്മയുഗം സ്ഥാപിക്കുക എന്നതാണ് എയിം. ഈ ഒരു അയ്യാവഴിയുടെ ബൈബിൾ എന്ന് പറയുന്നത് അഖിലത്തിരുട്ട് അമ്മാനെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു അഖിലത്തിരുട്ട് അമ്മാനെ ബുക്ക് വൈകുണ്ഠസ്വാമിയുടേതാണ്. അപ്പം അതേ ബുക്ക് തന്നെയാണ് അയ്യാവഴി മതത്തിൻ്റെ ബൈബിളായിട്ട് കണക്കാക്കുന്നത്. ഇനി നമ്മൾ കോമൺ ആയിട്ട് ഒരു എക്സ്ട്രാ ഫാക്റ്റ് എന്ന രീതിയിൽ പറയുകയാണ്. വൈകുണ്ഠമല എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കന്യാകുമാരിയിലെ അത്താളവിളയിലാണ്. ഇനി നമ്മൾ വൈകുണ്ഠസ്വാമികളുടെ വിശേഷണങ്ങളിലേക്ക് വരികയാണ്. ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവാണ്, സാമൂഹിക വിപ്ലവകാരിയാണ്, അയ്യ വൈകുണ്ഠർ എന്നറിയപ്പെടുന്നു, മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നു, സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ സമ്പൂർണ്ണ ദേവൻ എന്ന് വിളിച്ചത് അദ്ദേഹത്തിൻ്റെ അനുയായികളാണ്. പിന്നീട് വിഷ്ണുവിൻ്റെ അവതാരം എന്നറിയപ്പെടുന്നു. ഇനി നമ്മൾ മാർച്ച് 12 എന്നുള്ള ഒരു ഡേറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് മാർച്ച് 12ൻ്റെ പ്രത്യേകത? ഇദ്ദേഹം ജനിച്ച ബർത്ത്ഡേ ആണല്ലേ. അപ്പം ഈ മാർച്ച് 12 കേരളത്തിൽ പൊൽത്തു അവധി വേണമെന്ന് പറഞ്ഞ് ഈ VSDP അഥവാ വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ ഒരു
സമരം നടത്തുകയുണ്ടായി 2014 കാലയളവിൽ. ആ ഒരു സമരത്തെ നിലവിളി സമരം എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ ഒരു വൈകുണ്ഠസ്വാമി മരിക്കുന്നത് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1851 ജൂൺ 3-നാണ്. ഇനി നമ്മൾ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യഗണം 2 ഗണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് 2 ഭാഗങ്ങളായിട്ട്. അത് പഞ്ചപാണ്ഡവർ എന്നും സിഡർ എന്നുമാണ് അറിയപ്പെടുന്നത്. അവരുടെ ഫീച്ചേഴ്സുകളൊന്നും നമ്മൾ പഠിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം ഇത്രയാണ് വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് നമ്മൾ കവർ ചെയ്യുന്നത്.